അപ്പം അങ്ങനെ നമ്മൾ വീണ്ടും ഇന്ന് എക്കോമെറ്റ് വണ്ടിയിൽ തന്നെയാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ 54 യാർഡിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഇന്നലെ ഒരു ദിവസമായിട്ടും ചെറിയൊരു മഴ കുറവുണ്ട്. ഇന്നലെ രാവിലെ മഴ പെയ്തു. പക്ഷെ ഇന്നിപ്പോൾ ഒരു മഴ കുറവുണ്ട്. നല്ല വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നലെ പെയ്ത മഴേൻ്റെ വെള്ളമാണ് അവിടെയൊക്കെ കെട്ടിക്കിടക്കുന്നത്. അപ്പോൾ എന്നും മഴ. ഇനിയിപ്പോൾ 3 ദിവസത്തേക്ക് നമുക്ക് ഈ യെല്ലോ അലേർട്ടൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പം മൊത്തം ഇതിപ്പോൾ 6 ദിവസം ആയി യെല്ലോ അലേർട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ 54 യാർഡിലെത്തി. ഇപ്പോൾ എംസാൻഡ് കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ 200 അടി മൊത്തത്തിൽ എടുക്കുന്നുണ്ട്. നമുക്ക് ടൈലിടേണ്ട ഒരു ആവശ്യത്തിനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം അങ്ങനെ ബായി ലോഡാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് എംസാൻഡിന് ഒരടിക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ 58 രൂപയാണ് ഇവിടുത്തെ റേറ്റ്. അങ്ങനെ 58ൻ്റെ എംസാൻഡാണ് നമ്മളിപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിന്ന് പോകാനുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിക്കുളം എടയർക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകാനുള്ളത്. അതായത് നമ്മുടെയൊക്കെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമുക്കിന്ന് ലോഡും കൊണ്ട് പോകാനുള്ളത്. മൊത്തത്തിലൊന്ന് വെയിലായി വരുന്നുണ്ടെങ്കിലും പണിയൊന്നും എവിടെയും ആവുന്നില്ല. ഈ ഇടയ്ക്ക് മഴയും ഇടയ്ക്ക് വെയിലും ആയതുകൊണ്ട് ഒരു സ്ഥലത്തും മര്യാദയ്ക്ക് പണിയില്ല, ഒന്നുമില്ല. അങ്ങനെ ഉള്ള ഓട്ടം നമ്മൾ തട്ടി മുട്ടി ഓടുക എന്നല്ലാണ്ട് വേറെ രക്ഷയില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഈ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വണ്ടീൻ്റെ ഇപ്പോൾ അവസാനത്തെ ലോഡാണിത്. അതായത് നമ്മളിനിപ്പോൾ ഒരാഴ്ചത്തേക്ക് ഇനി വണ്ടി ബ്രേക്കിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കയറ്റാൻ പോവാണ്. അപ്പോൾ ബ്രേക്കിന് മുന്നത്തെ ലാസ്റ്റ് ലോഡാണ്. ഇന്നിപ്പോൾ ഇതിന് മുമ്പേ ഒരു 3 ലോഡ് നമ്മൾ ബോളർ എടുത്തായിരുന്നു. അങ്ങനെ എന്തായാലും നമ്മൾ ലാസ്റ്റ് ലോഡ് ഇത് കഴിഞ്ഞിട്ട് നമ്മളിനി വണ്ടി ബോഡി പണിക്ക് വെക്കും. അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് പെയിൻറ്റിങ്ങിന് കൊടുക്കും. എന്തായാലും ഒരാഴ്ച നമ്മളെന്തായാലും പോകും ഇതൊന്ന് വണ്ടി പെയിൻ്റ് അടിച്ച് കിട്ടാനായിട്ട്. നമ്മൾ എക്കോമെറ്റ് പെയിൻ്റ് അടിച്ച് കിട്ടിയിട്ട് പിറ്റേ ദിവസം തന്നെ നമ്മൾ നമ്മുടെ ഏഷ്യറും പെയിൻ്റ് അടിക്കാൻ കയറ്റും. കാരണം വെച്ചാൽ 2 വണ്ടി ഒരുമിച്ച് കയറ്റി കഴിഞ്ഞാൽ 2 വണ്ടി ഏകദേശം ഒരേ ഡേറ്റ് തന്നെ, ഒരു 10 ദിവസത്തെ ഗ്യാപ്പിലാണ് നമുക്ക് ബ്രേക്ക് വരുന്നത്. പക്ഷെ 2 ഒരുമിച്ച് കയറ്റി കഴിഞ്ഞാൽ ഉള്ള ഓട്ടം കൂടെ നമുക്ക് കയ്യിൽ നിന്ന് പോകും. ഒന്നാമത് പണി കുറവ്, ഒരു വണ്ടിക്കുള്ള ഓട്ടം ശരിക്കും ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ വണ്ടി ഇറങ്ങിയ പാടെ നമ്മൾ നമ്മുടെ വണ്ടിയും കയറ്റുന്നതായിരിക്കും. അങ്ങനെ അവിടുന്ന് നമ്മൾ ലോഡാക്കി ഫുള്ള് തട്ടി നിരത്തി ഇപ്പം നേരെ കാട്ടിക്കുളത്തേക്കാണ് പോകുന്നത്. കാട്ടിക്കുളം മാനന്തവാടി റോഡാണിത്. ഇപ്പം നല്ല വെയിലുള്ളതുകൊണ്ട് സൈറ്റിലും വലിയ കുഴപ്പമുണ്ടാവില്ല. എന്നാലും സൈറ്റിൽ ചെന്നപ്പോൾ ചെറിയ പതിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ നേരെ കാട്ടിക്കുളത്തേക്ക് പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു ആക്സിഡൻ്റ് ആയ വണ്ടിയാണത്. അപ്പോൾ അത് വേറെ വണ്ടി വന്ന് എടുത്ത് കയറ്റിക്കൊണ്ട് പോവുക. നമ്മുടെ ഈ വീഡിയോസ് കാണുന്ന ആർക്കെങ്കിലും മെറ്റൽ, എംസാൻഡ്, പിന്നെ കല്ല്, വെട്ടുകല്ല്, പിന്നെ മണ്ണ്, അങ്ങനെ ടിപ്പർ കയറ്റാവുന്ന എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നമ്മൾ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിൽ ഏരിയയിൽ നമുക്ക് പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഇറക്കി കൊടുക്കുന്നതായിരിക്കും. അതിനൊരു നമ്പർ നമ്മൾ താഴെ കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ കാട്ടിക്കുളം കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം നേരെ എടർക്കുന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഇടയ്ക്കിടയ്ക്ക് മഴ ആയതുകൊണ്ട് JCBക്കും പണി കുറവാണ്. ഇതിപ്പോൾ പണിയില്ലാണ്ടൊരു വണ്ടി താഴേക്ക് ഇറക്കി വെച്ചേക്കുന്നതാണ്. അത് 2-3 ദിവസമായി ഇപ്പോൾ അവിടെ ഇരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ പണി വരും, അപ്പോൾ പിന്നെയും മഴ പെയ്യും. അങ്ങനെ മണ്ണ് നനഞ്ഞിട്ട് എവിടെയും തൊടാൻ പറ്റാത്തൊരവസ്ഥ തന്നെയാണ്. അങ്ങനെ നമ്മുടെ സൈറ്റിലേക്ക് നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ട്. അപ്പോൾ നേരെ മുമ്പിൽ കാണുന്ന അവിടെ ഒരു മാനിൻ്റെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. അത് നമ്മുടെ തന്നെ കമ്പനിക്കാരൻ്റെ ഒരു വണ്ടിയാണത്. ഇറ്റാച്ചി ഷിഫ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഉള്ളിലേക്ക് നമുക്ക് റിവേഴ്സ് പോകാനാണ് നമുക്ക് ഉള്ളത്.
ബാക്കോട്ട് ഇറക്കോ? ഒന്നൂടെ 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 ഒന്നൂടെ. ആ വലിച്ചോ വലിച്ചോ വലിച്ചോ. ശ്രദ്ധിക്കോ. What did you